വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എല്ലാ വീഡിയോസും ഞാൻ സ്പെഷ്യലാണെന്ന് പറയുന്നത് കാരണം ഈ പ്രഗ്നൻസി പീരീഡ് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം ആ സമയത്ത് എടുക്കുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പ്രഗ്നൻസിയിൽ തന്നെ ഇത് അവസാനത്തെ ഒരു ചടങ്ങാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതായത് 9ാം മാസം 9 തരം പലഹാരം കൊണ്ട് വയറ് കാണാൻ വരുന്ന ഒരു ചടങ്ങ്. അതായത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് 9 തരം പലഹാരം കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അതിനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ 9ാം മാസത്തെ വയറ് കാണൽ ചടങ്ങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കുറേ ഒന്നും എനിക്കതിൽ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നില്ല. സ്വീറ്റ്സും സ്നാക്സൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ രീതിയിലുള്ള ചടങ്ങായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് ഹസ്ബൻഡ് നമ്മുടെ കൂടെ വരില്ല, അതായത് നമ്മുടെ വീട്ടിലോട്ട് വരില്ല, ബന്ധുക്കൾ മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്താ പറയുക, ഞാനിനിയിപ്പോൾ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ തന്നെ എല്ലാവരും റെഡി ആയി ഇരിക്കുകയായിരുന്നു കേട്ടോ. അവരെ കാത്ത്, ആരെ കാത്ത്? ഹസ്ബൻഡ് വീട്ടുകാരെ കാത്ത്. അപ്പോൾ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വലിയച്ഛനും ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം കാത്തിരിപ്പിന് ശേഷം അവർ വന്നു. അവർക്കൊരു ബ്ലോക്കൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവർ ലേറ്റ് ആയത്. അങ്ങനെ പഴക്കോലയും സ്വീറ്റ്സും സ്നാക്സൊക്കെ ആയിട്ട് അവരെത്തി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെയാണ് അവർ പോയത്. അവരെനിക്ക് അവിടുത്തെ പൊന്നു എനിക്ക് ഒരു ചോക്ലേറ്റൊക്കെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ, സർപ്രൈസായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന സ്വീറ്റ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ആ ഒരു പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പെട്ടിയും പൊട്ടിച്ചു. എന്നിട്ട് എല്ലാതും കൂടിയിട്ട് ഇങ്ങനെ പങ്കുവെച്ച് കുറേ കവറുകളിലാക്കി. ഇത്രയും നല്ല കേട്ടോ, അതിലും കൂടുതലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ്, കുറച്ച് കവറുകളുടെ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ സാരിയാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ സാരി ഉടുത്തിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ ചേട്ടൻ അതൊക്കെ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ നാച്ചുറൽ ആക്ടിങ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല ഫോട്ടോസും കിട്ടി. എനിക്ക് എല്ലാ ഫോട്ടോസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെ, അതായത് ഞങ്ങളുടെ ബന്ധുക്കളുടെ. അപ്പോൾ എല്ലാ വീട്ടിലോട്ടും കൊണ്ടു കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പം അതൊരു വലിയൊരു ചടങ്ങാണ്, കാരണം എല്ലാ വീടുകളിലേക്ക് എത്തിക്കണ്ടേ. അങ്ങനെ ഞങ്ങളതൊക്കെ എത്തിച്ചു. പിന്നെ അങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പം അധികമൊന്നും എനിക്കങ്ങനെ എടുക്കാൻ പറ്റാണ്ടിരുന്നത് അതുകൊണ്ടാണ്. നല്ല തിരക്കായിരുന്നു. എല്ലാ സാധനങ്ങളും ഇങ്ങനെ കവറുകളിലാക്കി വീടുകളിൽ കൊണ്ടു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതൊരു രസമാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കുറേ സ്വീറ്റ്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ 7ാം മാസത്തെ സ്വീറ്റ്സ് കൊണ്ടു കൊടുക്കുക, അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അധികം ഭയങ്കരമായിട്ട് ചടങ്ങായിട്ട് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നമ്മുടെ സന്തോഷത്തിന് ഇങ്ങനെ വരിക, ഫുഡ് കഴിക്കുക, സംസാരിച്ചിരിക്കുക കുറേ നേരം, അത്രേ ഉള്ളൂ. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അമ്മായി, മാമനും ചേട്ടനും അനിയത്തി